ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് ഇത്. ഇത് ഒരു പാത്രത്തിന് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്തിട്ട് പിന്നെ കുറച്ച് നറുനെയ്യ് ഒഴിക്കും. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1 സ്പൂൺ പെരിഞ്ജീരകം, 2-3 പട്ട ഞാനിവിടെ നുറുക്കിയെടുത്തേക്കണേണ്, പിന്നെ 3-4 കരയാമ്പു, 2 കഷ്ണം തക്കോലം, പിന്നെ 5-6 കുരുമുളക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരി അളന്ന അതേ പാത്രം, ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആ വെള്ളം വെറുതെ പച്ചവെള്ളമാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വേണം ചോറിന്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി എസൻസ് ഉള്ളവർക്ക് അതും 2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളക്കണ വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കുറച്ച് നേരം കൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നറുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് അതിൻ്റെ മേളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും പാത്രം വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സവാള, കശുവണ്ടി, മുന്തിരി എന്നിവ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കും. നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കണം.
നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കരിയണതിന് മുമ്പ് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത് നമ്മൾ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം. ഇവിടെ കശുവണ്ടി വറുത്തിട്ടുണ്ട്, അതും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ ഇവിടെ മുന്തിരി വറുത്തിട്ടുണ്ട്, നമുക്ക് ഇനി അതും കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബീഫ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ഇതുപോലെ വലിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. എന്നിട്ട് കുക്കർ മൂടി വെച്ച് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ കേൾപ്പിക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചു മാറ്റിയെടുക്കണം. ഇനി ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 സവാള, 1 തക്കാളി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നേരത്തെ ബീഫ് വേവിച്ച അതേ കുക്കറിലേക്ക് സവാള ഇതുപോലെ വലിയ പീസാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ട് നേരത്തെ ബീഫ് വേവിച്ച അതേ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 5-6 വിസിൽ കേൾപ്പിച്ചെടുക്കണം. സവാള വെന്തതിന് ശേഷം അതും അരിച്ചു മാറ്റിയെടുക്കണം. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി എന്നിവയിട്ട് വഴറ്റുക. ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവയിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് സവാളയും വേവിച്ച അതേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. ഗ്രേവി നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ബീഫ് വേവിച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് തീ സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ നല്ല ടേസ്റ്റി ബീഫ് ഗ്രേവി ഉള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വേവിക്കാനായി മാറ്റി വെച്ചിരുന്ന ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ദമ്മിനിടാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലാദ്യം കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ വേവിച്ച ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ കശുവണ്ടി, മുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ദമ്മിനിടണം. അതിനായിട്ട് ഒരു പഴയ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കുക. തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടണം. അതിൻ്റെ മേളിൽ ഈ പാത്രം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.